ഇന്നലെ സൂറത്തുർ റൂമിനെ മൗലവി ദുർവ്യാഖ്യാനിച്ചു. ആ ദുർവ്യാഖ്യാനിച്ചപ്പോ നമ്മളത് പിടികൂടി. ഞാനത് ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാനത് ഒറ്റ കൊട്ടുകൊട്ടിയിട്ടേ ഉള്ളൂ. വിഷയം പറയുന്നതിനിടയിൽ ഒരു ചെറിയ കൊട്ടുകൊട്ടി മൗലവി താങ്കൾ അവിടെ ഓതിയ ആയത്തിന് പറഞ്ഞ അർത്ഥം, ആ ആയത്തിൽ പറയുന്ന വിഷയം അത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല, അത് തിരുത്തി തരാൻ ഒരാൾ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. വളരെ വ്യക്തമാണ് ആ ചോദ്യം. അത് മൗലവി വീണ്ടും ഇവിടെ വന്ന് അതിനെ വീണ്ടും ദുർവ്യാഖ്യാനിച്ച് വഷളാക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഞാൻ എന്തായാലും ചെറിയ ഒരു കൊട്ടി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്, പക്ഷെ അതും മനസ്സിലാകുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? ചെറിയ സൂചന മനസ്സിലാക്കുന്നത് ബുദ്ധിയുള്ളവർക്കാണല്ലോ, അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അതുമായി ബന്ധപ്പെട്ട് മൗലവി പറഞ്ഞ ആദ്യം പറഞ്ഞതൊന്ന് കേൾക്കാം. അലിഫ് ലാം മീം ഒലിബത്തിർ റൂം. അല്ലാഹ് റസൂലിനോട് സംസാരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. റോം സാമ്രാജ്യം ഫത്ഹായി, വിജയിച്ചു കഴിഞ്ഞു. അപ്പോഴേക്ക് അബൂജഹലും എല്ലാവരും ഇളകി, എന്ത് റോം വിജയിക്കേ? ഏടെ വിജയിക്കണ്? മക്കൻ തന്നെ കിട്ടാത്ത കാലത്താ റോമാ സാമ്രാജ്യത്തിന്റെ വിജയം ഖുർആൻ പറയുന്നത്. വിജയിച്ചു ഉടനെയൊന്നും കൂടിയല്ല, വിജയിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അല്ല എന്നാ പറഞ്ഞത്, വിജയിച്ചിട്ടില്ല എന്നാണ് അപ്പ പറഞ്ഞത് മൗലവി. ഒലിബ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ഒലബ, അതിജയിച്ചു. മീസാന് മുതൽ ഓതിപ്പടിക്കണം, മീസാന് മുതൽ ഓതിപ്പടിക്കണം, മനസ്സിലായോ? ഒലബ ഫീൽ മാദി മഅറൂഫ്, ഇനിയോ ഒലിബ ഫീൽ മാദി മജ്ഹൂല്. എന്നർത്ഥം അതിജയിക്കപ്പെട്ടു, അതിജയിക്കപ്പെട്ടു. അപ്പൊ ആരാണ് അതിജയിക്കപ്പെട്ടത്? ഒലിബത്ത്, അതതിന്റെ മുഅന്നസ് എന്ന് പറയും. ഒലിബയുടെ മുഅന്നസാണ് ഒലിബത്ത്. അപ്പൊ അർ-റൂമു, റോമൻ സാമ്രാജ്യം അതിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ അർ-റൂം എന്നുള്ളത് അതിനെ എന്ത് പറയും? നായിബ് ഫായിൽ എന്ന് പറയും. അർ-റൂം എന്നത് നായിബ് ഫായിലാണ്. അപ്പൊ ഒലിബത്ത് റൂം, റൂം അതിജയിക്കപ്പെട്ടു. അതിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ്. നൗഷാദ് അർത്ഥം വെച്ചതോ? വിജയിച്ചു ഉടനെയൊന്നും കൂടിയല്ല, വിജയിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. റൂം വിജയിച്ചു, അത് തെറ്റാണ് നൗഷാദ്, മനസ്സിലായോ? അത് തെറ്റാണ്. താങ്കൾ പറഞ്ഞത് മഹാവിഡിത്തമാണ്. പക്ഷെ അത് തിരുത്തി തരാൻ അക്കൂട്ടത്തിൽ ഒരാളും ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്, മനസ്സിലായോ? അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരാളും ഉണ്ടായില്ലല്ലോ. ഒലിബത്തി റൂം എന്ന് പറഞ്ഞാൽ റോം പരാജയപ്പെട്ടു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ് ഫീ അദിനൽ അർദ്, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച്, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന നിരപ്പിൽ വെച്ചാണ് ആ പരാജയം ഉണ്ടായത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ സയഗ്ലിബൂൻ, അവർ പിന്നീട് വിജയിക്കും. ഫീ ബിദ്ഇ സിനീന, 9 വർഷങ്ങൾക്കുള്ളിൽ. കൃത്യമായിട്ട് ആ പ്രവചനം പുലർന്നു. റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ 9ാമത്തെ വർഷം പരാജയപ്പെടുത്തി, അവർ വിജയിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ പ്രവചനം പുലർന്നു. അത് ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷേ മൗലവി വീണല്ലോ, വീണൽ പെട്ടെന്ന് എഴുന്നേറ്റാൽ അധികം ചളി പുരളൂല. പക്ഷെ വീണ്ടും വീണ്ടും ഉരുളാൻ ശ്രമിക്കുകയാണ് മൗലവി ചെയ്തത്, മനസ്സിലായല്ലോ? ഞാൻ വീണിട്ടില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ്. ആ വീണിട്ടില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ മൗലവി വീണ്ടും കൂടുതൽ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. പറയട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എവിടെ നിന്ന് എഴുന്നേറ്റ് വരിക? ഞങ്ങൾ പരിശുദ്ധ ഖുർആനിനോട് അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഇന്നൊരാൺകുട്ടിയും ജീവിച്ചിരിക്കുന്നില്ല. തക്ബീറിന്റെ ശക്തി എത്രയാണ് നോക്കി നിങ്ങൾ. തക്ബീറിന്റെ ശക്തി. സ്റ്റേജിലുള്ളവർ ഈ കോലത്തിൽ ജാഹിലികളാണെങ്കിൽ സദസ്സിലുള്ളവർ തക്ബീർ ചെല്ലിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സ്റ്റേജിലുള്ളവർക്ക് പോലും, ആ തലക്കെട്ടൊക്കെ കെട്ടിയിരിക്കുന്ന ഓർക്ക് പോലും ഈ അബദ്ധം മനസ്സിലാവുന്നില്ലല്ലോ. വീണ്ടും അബദ്ധം ആവർത്തിക്കുമ്പോ അപ്പോഴെങ്കിലും പറയണ്ടേ, എന്റെ നൗഷാദെ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ കുടിക്കിയിട്ടുണ്ട്, ഇപ്രാവശ്യം കുടിക്കല്ല എന്ന് പറയാൻ അവർക്ക് കഴിയണ്ടേ? കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇൽമു എന്ന് പറയുന്ന ഒരു സംഗതി പഠിച്ചിട്ട് കിട്ടേണ്ടതാണ്. അല്ലാതെ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയിരുന്നാൽ കിട്ടുന്ന സാധനമല്ലത്. ശരീഅത്ത് കിട്ടുമ്പോ ആ ശരീഅത്തനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്നതാണ് ലദുനിയായ ഇൽമു എന്ന് പറയുന്നത്. ശരീഅത്തൊന്നുമില്ലാതെ ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നാൽ കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചു പോയവരാണ് അവർ. അതുകൊണ്ടാണ് വീണ്ടും അബദ്ധം പറഞ്ഞപ്പോൾ അവർക്ക് കെട്ടിരിക്കേണ്ടി വന്നത്. അപ്പൊ വെറുതെ ആളുകളെ മുമ്പിലിരിക്കുന്ന ജാഹിലികളെ കൊണ്ട് തെക്ബീർ വിളിപ്പിക്കാം. അതിനാരെ കൊണ്ടും സാധിക്കും. എന്നിട്ട് പറയുന്നു, പഠിച്ചോ, ആ ആയത്തിന് 2 തഫ്സീറുണ്ട്. ഞാനവിടെ ഒലിബത്തി റൂമിന്റെ തഫ്സീർ വിശദീകരിക്കുന്ന ക്ലാസ് ഒന്നല്ല, അതുകൊണ്ട് അപ്പൊ മനസ്സിൽ വന്ന് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. എന്താ ഒരു തഫ്സീർ? അതാണ് ഈ പറഞ്ഞത്, റോം പരാജയപ്പെട്ടു, പിന്നെ ആ റോം വിജയം വരിച്ചു പേർഷ്യക്കാർക്കെതിരെ. അതതിന്റെ ഒരു തഫ്സീറാ. എന്നാ കേട്ടോ അടുത്ത തഫ്സീർ. ويجوز أن يكون الروم فاعل غلبت على البناء للفاعل أي غلبت الروم أهل فارس وهم أي الروم بعد غلبهم سيغلبون على المجهول أي يكونون مغلوبين في أيدي المسلمين فكان ذلك في زمن عمر بن الخطاب رضي الله عنه. ഇവരൊക്കെ എന്തൊരു അഹങ്കാരാണ്. ഏതോ ഒരു തഫ്സീർ. അഹങ്കാരമല്ല മൗലവി, അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. കിതാബോധി പഠിച്ച ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ നടക്കുന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. താങ്കളെപ്പോലുള്ള ഏത് പുത്തൻവാദി എന്ത് ആശയവിരുദ്ധമായ കാര്യം പറഞ്ഞാലും നേരിടാൻ കഴിയും എന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. മനസ്സിലായോ? ഇപ്പൊ എന്താ മൗലവി പറഞ്ഞത്? ഈ ആയത്തിന് 2 തഫ്സീറുണ്ട്. പച്ചക്കളവാണ്. ഒലിബത്തി റൂം എന്നതിന് അങ്ങനെ ഒരു തഫ്സീറില്ല. അങ്ങനെ ഒരു തഫ്സീറില്ല. അത് താങ്കൾക്ക് അറബി അറിയാത്തത് കൊണ്ടാണ്, താങ്കൾ മീസാൻ ഓതി പഠിക്കാത്തത് കൊണ്ടാണ്. എന്താണ് റൂഹുൽ ബയാനിൽ അവിടെ പറഞ്ഞത്?
റൂഹുൽ ബയാനില് അവിടെ പറഞ്ഞ വിഷയം എന്താണ്, അതുപോലും ഇയാൾക്ക് തിരിഞ്ഞില്ല. ആരോ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാതെ ഓടി വന്നു. ഞങ്ങൾ വീണ്ടും പിടിക്കാണ്, ഞങ്ങൾ വീണ്ടും പിടിക്കാൻ പോണേ. എന്താണ് അവിടെ പറഞ്ഞത്? അവിടെ പറഞ്ഞ ഒലിബത്തി റൂം എന്നതിന് അങ്ങനെ ഒറ്റ അർത്ഥേ ഉള്ളൂ. റോം പരാജയപ്പെട്ടു എന്ന ഒറ്റ അർത്ഥേ അതിനുള്ളൂ. പിന്നെ അവിടെ വേറെ ഖിറാഅത്തുണ്ട്, രണ്ട് തഫ്സീർ എന്നാണ് ഈ ജാഹിൽ പറയുന്നത്. ഇയാൾക്ക് ഖിറാഅത്ത് എന്താണെന്നോ തഫ്സീർ എന്താണെന്നോ എന്നൊന്നും ഇയാൾക്ക് തിരിയില്ല. അവിടെ വേറെ ഒരു ഖിറാഅത്തുണ്ട്. എന്താണ് ഖിറാഅത്ത്? ഒലബത്തി റൂം എന്നൊരു ഖിറാഅത്തുണ്ട്. മനസ്സിലായോ? ആ ഖിറാഅത്തിന്റെ അർത്ഥമാണോ താങ്കൾ പറഞ്ഞത്? എങ്കിൽ ഒലബത്തി റൂം എന്നല്ലേ ഓതേണ്ടത്? മൗലവി എങ്ങനെ ഓതിയത്? അലിഫ് ലാം മീം ഒലിബത്തി റൂം. ഒലിബത്തി റൂം, ഒലിബത്തി റൂം എന്ന് ഓതിയാൽ അത് മജ്ഹൂലാണ്. ഇയാൾക്ക് എല്ലാം ഒന്നേനാണല്ലോ. മീസാന് ചെയ്യാത്ത ആളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഇയാൾക്ക് ഒലിബത്തി റൂം എന്ന് പറഞ്ഞാലും ഒലബത്തി റൂം എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഇയാൾക്ക്. എന്നാൽ മീസാൻ ഓതുന്ന ചെറിയ മുതഅല്ലിമീങ്ങളുടെ മുമ്പിൽ പോയി അത് പറയാൻ പറ്റില്ല. ഒലിബ എന്ന് പറഞ്ഞാൽ ഫീലും മജ്ഹൂലാണ് മൗലവി. ഒലിബത്തി റൂം എന്ന് പറഞ്ഞാൽ റോം പരാജയപ്പെട്ടു എന്ന് അതിനർത്ഥമുള്ളൂ. അതേ സമയത്ത് മഷ്ഹൂറായ മുതവാത്തിറായ ഖിറാഅത്താണ് ഒലിബത്തി റൂം എന്നത്. എന്നാൽ മറ്റൊരു ഖിറാഅത്തിന്റെ ഒലബത്തി റൂം, അവിടെ ഒലബത്തി റൂം എന്നാണ് ഓതേണ്ടത്. അതിനുശേഷം മിൻ ബഅദി വലബിഹിം സയഗലബൂൻ എന്നുമാണ് അവിടെ ഖിറാഅത്തുള്ളത്. അപ്പൊ മൗലവി ഒലബത്തി റൂം എന്നാണ് ഓതിയത് ആണോ? അപ്പൊ വീണേടത്ത് കിടന്ന് ഉരുളാതെ വേഗം എഴുന്നേറ്റ് പോയാൽ കൂടുതൽ വഷളാകൂല. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, അക്കൂട്ടത്തിലെ സ്റ്റേജിലിരുന്ന് വീണ്ടും ഈ പൊട്ടത്തരം കേട്ടല്ലോ ആളുകൾ. അവിടെ തിരുത്തി കൊടുക്കാൻ പറ്റുമോ? അവിടെ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റൂല നൗഷാദെ എന്ന് പറയാൻ പറ്റുമോ? ഒലബത്തി റൂം എന്ന ഖിറാഅത്ത് അനുസരിച്ച് റോം വിജയിച്ചു. അവിടെ ഒലബത്തി റൂം എന്നാണ് ഓതേണ്ടത്. എന്നാൽ നൗഷാദ് ഓതിയത് ഒലിബത്തി റൂം എന്ന് ഓതിയിട്ട് റോം വിജയിച്ചു. അത് മഹാബദ്ധമാണ്. താങ്കൾക്ക് അവിടുത്തെ ഖിറാഅത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അവിടുത്തെ മാന എന്താണ് എന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ആളുകളെ മുമ്പിൽ തക്ബീർ ചൊല്ലിപ്പിക്കാം. ആര്? വിവരമില്ലാത്തവരുടെ മുമ്പിൽ പോയി തക്ബീർ ചൊല്ലിക്കാം. അതൊക്കെ ആർക്കും പറ്റുള്ളൂ. പക്ഷെ വിവരമുള്ളവരുടെ മുമ്പിലാണ് പറ്റാത്തത്. വിവരമുള്ളവർ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറ, പിടിക്കും ഞങ്ങള്. എന്നിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ആയത്ത് ഓതിപ്പോയി, ഏതാണ് ഇപ്പൊ പഠിക്കുന്നത്? അത് വലിയ വിഷയമാണ്. ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ വിഷയം. താങ്കൾക്ക് വലിയ വിഷയം എന്താണ്? ഖുർആനും ഹദീസൊന്നുമില്ല, ആദർശമല്ല, കിതാബുകളല്ല, പ്രമാണമല്ല. താങ്കൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ വീണ്ടും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതാണ് താങ്കൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. അതാണ് നിലനിൽപ്പ്. പരസ്പരം മുഅ്മിനീങ്ങളെ പരസ്പരം സംഘർഷ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉന്തിവിട്ട് അവരുടെ രക്തം കുടിക്കാൻ പറ്റുമോ, എന്നിട്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നതാണ് താങ്കൾ ഇപ്പൊ ചിന്തിക്കുന്ന ഏറ്റവും വലിയ വിഷയം. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥം മാറ്റി പറയുമ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അപ്പൊ നോക്കൂ, നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു മഹാബദ്ധം പറയാം. നേരത്തെ ഒരു അബദ്ധം പറഞ്ഞു, അതിനെ വെള്ളപൂശാൻ വേണ്ടി വീണ്ടും ഒരു മഹാബദ്ധം പറഞ്ഞു. അതും തിരുത്തി കൊടുക്കാൻ ഒറ്റ ഒന്ന് അക്കൂട്ടത്തിൽ ഇല്ലാതെയായി പോയല്ലോ, അല്ലെ? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾക്ക് ഒന്നും അറിയില്ല, ഒക്കെ ഊരപ്പെട്ടു പോയി. മീസാന് പോലും ഇയാൾക്ക് മനസ്സിലാക്കാത്ത കോലത്തിൽ, കേവലം സർഫ് നഹ്വ് പോലും മനസ്സിലാക്കാത്ത കോലത്തിൽ ഇദ്ദേഹം ഊരപ്പെട്ടു, ഇൽമിൽ നിന്നും മുക്തമാക്കപ്പെട്ടു പോയി. തകർന്നു പോയാൽ, പിഴച്ചു പോയാൽ അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണത്. ഏറ്റവും വലിയൊരു ശിക്ഷയാണത്. ഏത് ചെറിയ കുട്ടിക്കും അറിയൂലേ അത്? ഒലിബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നതിന് അർത്ഥം വെക്കാൻ പറ്റില്ല, റോം വിജയിച്ചു എന്ന് അർത്ഥം വെക്കാൻ പറ്റില്ല. അത് അറബി ഭാഷയുടെ ഏറ്റവും ചെറിയ നിയമമല്ലേ? കിതാബ് ഓതി തുടങ്ങുന്ന ഒരു കുട്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു നിയമമല്ലേ? അപ്പൊ ഒലിബത്തി റൂം എന്ന് ഓതിയിട്ട് റോം വിജയിച്ചു എന്ന് എങ്ങനെയാ അർത്ഥം വെക്കുക? റോം പരാജയപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പറ്റിയ അമളി അത് ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത് വീണ്ടും മഹാബദ്ധത്തിലേക്കാണ് പോയി പെട്ടത് എന്ന് മൗലവി മനസ്സിലാക്കണം. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ ഉമ്മാക്കികൾക്കൊന്നും സ്ഥാനമല്ല. കിതാബ് നോക്കേണ്ടതുപോലെ നോക്കിയവരാണ് ഞങ്ങൾ. അത് നോക്കാതെ തീയാതെ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുമ്പോ വിഡ്ഢികളെ ജാഹിൽ എന്നല്ലേ പിന്നെ വിളിക്കുക? വിഡ്ഢികളെ ആലിം എന്ന് പിന്നെ വിളിക്കാൻ പറ്റുമോ? അയാൾ കാര്യമായിട്ട് പറയുന്നൊരു പരാതിയാണ്, ഞങ്ങൾ വിഡ്ഢി, ജാഹിലി, മുത്തജാഹിലി എന്നൊക്കെ വിളിച്ചു. പിന്നെന്താ വിളിക്കേണ്ടത്? ജാഹിലി എന്നല്ലേ ജാഹിലിങ്ങളെ വിളിക്കേണ്ടത്? ജാഹിലിങ്ങളെ ജാഹിലി എന്നല്ലാതെ ആലിം എന്ന് വിളിക്കാൻ പറ്റുമോ?